G&G വിഷൻ ടോക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പോകുന്നത് ഇന്ത്യയിലെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമായ വേളാങ്കണ്ണി ചർച്ചിലേക്കാണ്. തമിഴ്നാട്ടിലെ വേളാങ്കണ്ണി എന്ന സ്ഥലത്തുള്ള ഈ പള്ളി ലോർഡ്സ് ഓഫ് ദി ഈസ്റ്റ് എന്ന പേരിലും അറിയപ്പെടുന്നു. ആരോഗ്യമാതാവിന്റെ അനുഗ്രഹം തേടി ആയിരക്കണക്കിന് വിശ്വാസികൾ ദിവസേന ഇവിടെ എത്തുന്നുണ്ട്. വേളാങ്കണ്ണി പള്ളിയുടെ ചരിത്രം വളരെ കൗതുകകരമാണ്. ഇപ്പോൾ കാണുന്ന മഞ്ഞപ്പട്ടുടുത്ത ഉണ്ണിയേശുവിനെ കൈകളിലെടുത്തുള്ള മാതാവിന്റെ പ്രതിഷ്ഠ പോർച്ചുഗീസുകാരാണ് സ്ഥാപിച്ചതെന്നാണ് വാമൊഴികൾ പറയുന്നത്. പിന്നീടെത്തിയ ഡച്ചുകാർ 1771 ഈ ദേവാലയത്തെ പാരിഷ് ചർച്ചാക്കി മാറ്റി. 1962 ഇത് മൈനർ ബസിലിക്കയായി ഉയർത്തപ്പെട്ടു. ഏകദേശം 5 ഏക്കറിൽ വ്യാപിച്ചിരിക്കുന്ന ഈ ദേവാലയം കടലിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്നുണ്ട്. പാറമേൽ പണിതതാണെന്ന വിശ്വാസമുണ്ടെങ്കിലും വാസ്തവത്തിൽ മണലിലാണ് ഈ ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത്. പള്ളിയിലെ പ്രത്യേകതകൾ: എല്ലാ ദിവസവും സന്ദർശനം അനുവദിച്ചിട്ടുണ്ട്. രാവിലെ 5 മണിക്ക് തുറക്കും, രാത്രി 9 മണിക്ക് അടയ്ക്കും. ആദ്യ കുർബാന രാവിലെ 5:45. തമിഴ്, ഇംഗ്ലീഷ്, മലയാളം, തെലുങ്ക്, കന്നഡ തുടങ്ങിയ വിവിധ ഭാഷകളിൽ ഇവിടെ കുർബാന നടക്കുന്നു. നേർച്ചകളും വിശ്വാസങ്ങളും: തലമുണ്ടനം, അമ്മത്തൊട്ടിൽ കെട്ടൽ, ആമപ്പോട്ടുപൂട്ടി കടലിലേക്ക് താക്കോലെറിയൽ, കിലോമീറ്ററുകൾ മുട്ടിലിഴയൽ, മഞ്ഞച്ചരട് സമർപ്പിക്കൽ, ഇതെല്ലാ മതക്കാരും ഒരുപോലെ എത്തുന്ന ഒരു വിശ്വാസ കേന്ദ്രമാക്കുന്നു. ദേവാലയത്തിനോട് ചേർന്ന് ഒരു മ്യൂസിയമുണ്ട്. പ്രാർത്ഥനാഫലം കണ്ടവരുടെ നേർച്ചകളും സമർപ്പണങ്ങളും ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. തുറക്കുന്ന സമയം രാവിലെ 6:30, അടയ്ക്കുന്നത് രാത്രി 8 മണി. ഇവിടെ വരുന്നവരുടെ വിശ്വാസത്തിന്റെ ആഴം ഈ വസ്തുതകൾ കണ്ടാൽ തന്നെ മനസ്സിലാകും. പ്രധാന തിരുനാൾ: ഓരോ വർഷവും ആഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 8 വരെ നടക്കുന്ന വേളാങ്കണ്ണി ഫെസ്റ്റ് സമയത്ത് ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ എത്തുന്നു. ഇങ്ങനെയാണ് വേളാങ്കണ്ണി പള്ളിയുടെ പ്രധാന വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.